വയനാട് ദുരന്തഭൂമിയിലെ ജനകീയ തെരച്ചിൽ പുരോഗമിക്കുന്നു. 2000-ലേറെ സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലിൽ. പരിശോധന 6 സോണുകളായി തിരിഞ്ഞ്. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന നാട്ടുകാരും തെരച്ചിലിൽ. കണ്ടെത്താനുള്ളത് 130 പേര്. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന് ഇടയാക്കിയത് കനത്ത മഴ തന്നെയെന്ന് റിപ്പോർട്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി. ദുരന്ത മേഖലയിലെ മലയോര പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിലെന്നും റിപ്പോർട്ടിൽ. കർണാടകയിലെ തുംഗഭദ്ര ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നു. 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുക്കി. ഡാമിന്റെ 33 ഗേറ്റുകളും തുറന്നുവിട്ട് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. കോപ്പൽ, വിജയനഗര, റായ്ചൂർ, ബെല്ലാരി ജില്ലകളിൽ അതീവ ജാഗ്രത. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സെബി ചെയർപേഴ്സൺ. സ്വഭാവഹത്യ നടത്താമെന്നുള്ള ആരോപണമെന്ന് മാധവി പുരിബുച്ച്. ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലുള്ള പ്രതികാരം. നിക്ഷേപം സംബന്ധിച്ച രേഖകൾ ഏത് ഏജൻസിക്കും നൽകാൻ തയ്യാറെന്നും വിശദീകരണം. JPC അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. മത്സരങ്ങൾ അവസാനിച്ച ഇന്ത്യ 6 മെഡലുമായി 71ാം സ്ഥാനത്ത്. മാർച്ച് പാസ്റ്റിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കായിക കോടതി.